എൻ്റെ ഭാഷയാണ് ഞാൻ എന്ന് പറഞ്ഞ MD ആണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും MDയെ ഇന്നിപ്പോൾ വൈകുന്നേരം 5 മണിക്ക് സ്വീകരിക്കുന്നത് മാവൂർ റോഡിലെ ശ്മശാനത്തിൽ സ്മൃതിപഥം എന്ന പേരിട്ട് പുനർനിർമ്മിച്ചിരിക്കുന്ന ശ്മശാനത്തിലേക്കാണ്. അവിടേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് ബാലകൃഷ്ണൻ. ഈ മാവൂർ റോഡിലെ ശ്മശാനം സ്മൃതിപഥം എന്ന പേരിട്ട് നവീകരിച്ചിട്ട് ഉദ്ഘാടനം 29-ാം തീയതി തീരുമാനിച്ചിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ MD അവിടേക്ക് എത്തുകയാണ്. അതും കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട് തൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ സമയം ചെലവിട്ട കോഴിക്കോട് നഗരത്തിലെ ഒരു ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പ് അങ്ങോട്ടേക്ക് MDയുടെ മൃതദേഹം പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം MDയുടെ ഈ വേർപാടുണ്ടാക്കുന്നൊരു ശൂന്യതയുണ്ടല്ലോ. നമ്മൾ ഔപചാരികമായിട്ടൊക്കെ പറയും അത് നികത്താനാവാത്ത വിടവാണെന്നൊക്കെ പറയും. പക്ഷേ MDയുടെ കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കഴിഞ്ഞൊരു 7 പതിറ്റാണ്ട് കാലമായിട്ട് MT വാസുദേവൻ നായർ മലയാളിയുടെ എല്ലാ സാംസ്കാരിക ജീവിതത്തിലും ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ചെറുകഥകൾ എഴുതുന്നു, അദ്ദേഹം നോവലുകൾ എഴുതുന്നു, അദ്ദേഹം തിരക്കഥകൾ എഴുതുന്നു, അദ്ദേഹം ഗംഭീരമായ ഉപന്യാസങ്ങൾ എഴുതുന്നു, ചില മനോഹരങ്ങളായ പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തുന്നു. പത്രാധിപരായി ഒരു തലമുറയെ 1, 2, 3 തലമുറയിലുള്ള എഴുത്തുകാരെ വളർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ MD എന്ന് പറയുന്ന വ്യക്തിത്വം മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി ചെലുത്തിയ സ്വാധീനം എന്ന് പറയുന്നത് മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം അവിസ്മരണീയമായി നിലനിൽക്കേണ്ടതാണ്. എങ്കിൽ കൂടിയും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അടുത്ത 2 തലമുറയെങ്കിലും MDയെ സ്മരിക്കാതെ പോകില്ല, MDയെ വായിക്കാതെ പോകില്ല. MDയുടെ ഭാഷ എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് നമ്മുടെ സുന്ദരിയായി നിലാനദി ഒഴുകുന്നത് പോലെ മനോഹരമായൊരു ഭാഷയാണ് MDയുടെ ഭാഷ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ എഴുത്തുകാരും വിവിധ കഥകളും നോവലുകളൊക്കെ എഴുതുമ്പോൾ ചിലതെല്ലാം മോശമായി പോകും. പക്ഷേ MDയുടെ ഒരു മോശമായ കഥ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കഥയില്ല. അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു കഥയും ഒരു വായനക്കാരനെ സംബന്ധിച്ച് MDയുടേതായിട്ടുണ്ട്. അതെ, വായിച്ചു തുടങ്ങിയാൽ ആ കഥയുടെ ഒഴുക്കിൽ നമ്മൾ പെട്ടുപോകാണ്. നിങ്ങളൊരു കഥ MDയുടേത് പകുതി വായിച്ച് നിർത്താൻ കഴിയില്ല. നിങ്ങൾ നോവല് പകുതി വായിച്ച് നിർത്താൻ കഴിയില്ല. ഒരു കഥയോ നോവലോ MDയുടേത് നിങ്ങൾ വായിച്ചു തുടങ്ങിയാൽ പിന്നെ ആ നോവലിനുള്ളിലേക്കും കഥയിലുള്ളിലേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന രചനാ ചാതുര്യം, MDയുടെ ആ കൈയടക്കം മലയാളത്തിൽ അപൂർവമായിട്ടുള്ള എഴുത്തുകാർക്ക് മാത്രം സിദ്ധമായിരിക്കുന്ന ഒന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം മലയാളിയുടെ ജീവിതത്തിൽ ഒരു ഇപ്പോൾ MT വാസുദേവൻ നായരുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് ഇന്ന് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ ദുഃഖമാണ്, ഓരോ വീട്ടിലെയും വിയോഗമാണ്. ഒരു വരിയെങ്കിലും MT എഴുതിയ ഒരു വരിയെങ്കിലും വായിച്ചിട്ടില്ലാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല. അങ്ങനെ എല്ലാ തലമുറകളെയും ഒരു ഭാഷാ സമൂഹത്തെ ആകെ സ്വാധീനിക്കാൻ കഴിയും വിധം തലയെടുപ്പോട് നിന്നിട്ടുള്ള എത്ര എഴുത്തുകാരുണ്ട്? അപൂർവം എഴുത്തുകാരേ ഉള്ളൂ.